നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവര് ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിന്റെ വീട്ടിൽ ആ വാമ്പയർ കയറിയിട്ടുണ്ട്. വാമ്പയർ ഹീറോയിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഇത്രയും നാള് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് നീ എന്നെ കണ്ടുപിടിച്ചില്ലല്ലേ, ഇന്ന് ഞാൻ നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് പറയുമ്പോ, അതേടാ ഞാൻ നിന്നെ കണ്ടായിരുന്നു, ഇത്രയും നാളും നീ ഇവിടെ വന്നത് കണ്ടു, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് ഹീറോ അവനെ ഒറ്റ ചവിട്ടാണ്. ഹീറോ അവളെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവനെങ്ങനെ ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഹീറോയും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഹീറോ ഒരുപാട് പവർഫുൾ ആണ്, മറ്റൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ തല്ല് കിട്ടുന്നുണ്ട്, എടുത്തെറിയാണ്. ഈ എടുത്തെറിയുന്ന സമയത്ത് അവന്റെ തലയിലുള്ള തൊപ്പി ഊരിപ്പോവും. പൊടിയുടെ തൊപ്പിയില്ലേ, അത് ഊരിപ്പോവും. ആ സമയം ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, അതായത് പണ്ട് അവന്റെ അമ്മേനെ കൊല്ലാനായിട്ട് വന്ന ആ വാമ്പയർ തന്നെയാണ് ഈ വാമ്പയർ. ഇത് കാണുന്ന ഹീറോ ആകെ സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു പോവുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലായി അത് ആ വാമ്പയർ തന്നെയാണെന്ന്. മറ്റേ വാമ്പയർ ഇവനെ ആക്കിക്കൊണ്ടൊരു ചിരിയുണ്ട്, ഇവന്റെ അമ്മേനെ കൊന്നിട്ട് ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള ഒരു ചിരിയുണ്ടല്ലോ. ഹീറോയ്ക്ക് ഇത് സഹിക്കുന്നില്ല. ഹീറോ വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അമ്മേനെ കൊന്നവനല്ലേ വെറുതെ വിടത്തില്ല, വീണ്ടും ഫൈറ്റ് ചെയ്ത് മറ്റവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ ഹീറോയിനെ കയറി വാമ്പയർ പിടിക്കുകയാണ്. ഹീറോയിന്റെ കഴുത്തിൽ അവന്റെ നഖം വെച്ചിട്ട് അവളെ കൊന്നു കളയെന്ന് പറഞ്ഞ് മിരട്ടുന്നുണ്ട്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവൻ പറയും, മര്യാദയ്ക്ക് നീ അവളെ വിട്ടോ, നീ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു പോകത്തില്ല, നിന്നെ ഞാൻ വലിച്ചു കീറും. കട്ട് ചെയ്താൽ നമ്മുടെ താടിക്കാരനെയാണ് കാണിക്കുന്നത്. താടിക്കാരനെ വേറൊരു വാമ്പയർ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നീ മേലെ ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്താൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുന്നു. ഈ താടിക്കാരൻ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മിരട്ടിയിട്ട് ഇയാളെ വലിച്ചെറിയും. താടിക്കാരൻ എണീറ്റ് നോക്കുമ്പോൾ, തറയിൽ വീന്നിട്ട് എണീറ്റ് നോക്കുമ്പോൾ ആ വാമ്പയറിനെ കാണാനില്ല, അതെങ്ങോട്ടും മാഞ്ഞു പോയി. താടിക്കാരൻ അറിയത്തില്ല അത് മനുഷ്യനാണോ വേറെന്തേലും ആണോ എന്ന്. വാമ്പയർ ആണോ എന്ന് അങ്ങേർക്ക് അറിയില്ല. വീണ്ടും ഹീറോനെ കാണിക്കുകയാണെങ്കിൽ വാമ്പയർ ഹീറോയിനെ മിരട്ടി കൊല്ലാനായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു, പക്ഷെ കൊല്ലില്ല. അത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഹീറോനെ മിരട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഹീറോ അവളെ വെറുതെ വിടാൻ പറയുമ്പോൾ, ഞാൻ ഇപ്പൊ വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ച് ഫിറ്റിക്ക് എറിയും. ഹീറോ പെട്ടെന്ന് തന്നെ ടെൻഷനായി അവളുടെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. അവൻ ചെന്നിട്ട് പിന്നീട് വാമ്പയറിനെ നോക്കുമ്പോൾ വാമ്പയറിനെ കാണാനില്ല. വാമ്പയർ ഈ തക്ക മുതലെടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. കാരണം ഹീറോന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ നേരം നമ്മുടെ താടിക്കാരൻ അടിയൊക്കെ കൊണ്ടൊരു സൈഡിൽ മാറിയിരുന്നിട്ട് കൂട്ടുകാരിയെ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരിക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് അറിയാനായിട്ട് കൂട്ടുകാരിയെ വിളിച്ച് ചോദിക്കുമ്പോൾ കൂട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ല, അവള് സേഫ് ആണ്. ഇനിയിപ്പോൾ അവളെ ഉപദ്രവിക്കാനായിട്ട് ആരെങ്കിലും വന്നോന്ന് അറിയാൻ പാടില്ല, ആ പ്രോജക്റ്റിലുള്ള പെൺകുട്ടിയല്ലേ. ഈ സമയം താടിക്കാരൻ ചിന്തിക്കുന്നത് ഹീറോ പറഞ്ഞ കാര്യമാണ്, ഈ പ്രോജക്റ്റ് വേണ്ട, അത് ഭയങ്കര അപകടകരമാണെന്ന്. കട്ട് ചെയ്താൽ വില്ലനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും ഉപദ്രവിച്ച വാമ്പയേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് വില്ലന്റെ അടിയാളും പിന്നെ വേറൊരു വാമ്പയറുമാണ്. ആ വാമ്പയർ, ഈ രണ്ട് വാമ്പയേഴ്സ് ആണ് ഹീറോയിന്റെ അമ്മേനെ കൊന്നു കളഞ്ഞത്. ഇപ്പം വില്ലൻ ഹീറോയിനെ മിരട്ടിയാൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് ഹീറോയിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ വാമ്പയറിനോട്. എന്നാൽ അവനൊരു മൗനം പോലെ. പക്ഷെ വില്ലൻ എന്തോ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഹീറോനെ കണ്ട കാര്യം പറയുന്നുമില്ല. അതായത് ഈ വാമ്പയർ ഹീറോനെ കണ്ട കാര്യം വില്ലനോട് പറയുന്നില്ല, ഇത് വില്ലൻ അറിയുന്നുമില്ല. ഹീറോയിനെ മിരട്ടാനായിട്ട് പോയതാണ്, പക്ഷെ നടന്നില്ല, അവിടെ ഹീറോ ആയിട്ട് പ്രശ്നമായി. ഇത് അയാൾ പറയുന്നില്ല, ആ വാമ്പയർ വില്ലനോട് പറയുന്നില്ല. ഈ നേരം ഹീറോ ഹീറോയിനെ എടുത്തുകൊണ്ട് അവളുടെ റൂമിൽ വന്നിട്ടുണ്ട്. അവൾ അവിടെ കിടത്തേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും. അവൾക്ക് മനസ്സിലായി ഹീറോയും ആ വാമ്പയറുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അവൾ വിചാരിച്ചത് ഹീറോ മാത്രമാണ് വാമ്പയർ ആയിട്ടുള്ളതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അവൾ അവനോട് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം, ആ ഫൈറ്റിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ എന്താണ് ഈ സംസാരിച്ചതെന്ന്. അതായത് ഇവരറിയാവുന്നത് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. അത് ഹീറോയിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനോട് അങ്ങനെ ചോദിച്ചത്. അവൻ പറയും, നീ അത് അറിയാൻ പാടില്ല, നീ അറിഞ്ഞാൽ കൂടുതൽ അപകടമാവത്തേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന്. ഹീറോയിന് വിഷമോ സങ്കടവും വന്നിട്ട് അവനോട് ചോദിക്കുക, എന്താ എന്നോട് പറയാത്തേന്ന്. അവൻ പറയും, നീ ഇത് അറിയണ്ട, അവരെന്ന് വെച്ചാൽ കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരാണ്, ആരെ എപ്പോ എങ്ങനെ വേണമെങ്കിലും അവർ കൊല്ലും, അതുകൊണ്ട് നീ അറിയണ്ട, ഇത് ഭയങ്കര അപകടമാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, ആരെയാണ് അവൻ കൊന്നേന്ന്. ഹീറോ ഭയങ്കര വിഷമിച്ചിട്ട് പറയും, അവന്റെ അമ്മേനെ അവർ കൊന്നു കളഞ്ഞെന്ന്. ഹീറോ വിഷമിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്തും. എന്ത് വരുന്നാലും അവന്റെ കൂടെ അവള് കാണുമെന്ന്. പക്ഷേ ഇവള് കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. വാമ്പയേഴ്സിന് മനുഷ്യനെ കാട്ടി ഒരുപാട് ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവന്മാര് ജയിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനെ കൊന്നു വരെ കളഞ്ഞേക്കാം. പിന്നെ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവളോട് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന്. കാരണം ഇനി ഇത് കണക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം, അതുകൊണ്ട് ഹീറോയിന്റെ കൂടെ അവന്റെ വീട്ടിൽ ചെല്ലാൻ പറയുന്നുണ്ട്. ഇനിയിപ്പം അവള് പോയില്ലേന്ന് അറിയാൻ പാടില്ല, അങ്ങനെ പറയുന്നുണ്ട്. ഈ നേരം ഹോസ്പിറ്റലിൽ ആ പുതിയൊരു ഡോക്ടർ ഉണ്ടല്ലോ, കണ്ണാടി വെച്ച ആ ഡോക്ടർ ഇതൊരു ബുദ്ധി കുറവുള്ള ഒരു ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടീനെ നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഇവർ മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ദേഹത്ത് മരുന്നൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ അഹങ്കാരി പെൺകുട്ടി കിടപ്പുണ്ട്. അവളുടെ ദേഹത്ത് ഇയാൾ പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ജൂനിയർ പെൺകുട്ടി വരും. ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊടാനായിട്ട് സമ്മതിക്കുന്നില്ല, തടഞ്ഞു വെക്കുകയാണ്. ഇതിനുശേഷം അവനെ വിളിച്ചോണ്ട് പോയി മാറി നിന്ന് സംസാരിക്കും. അവനോട് പറയും, നിനക്ക് നിയമങ്ങൾ അറിയാവുന്നതല്ലേ, ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന്. വില്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൽക്കാലത്തേക്ക് മരുന്ന് കുത്തിവെക്കാൻ പാടില്ല എന്ന്. ഇനിയിപ്പം ജൂനിയർ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയോ, ഒരു അനീതി എന്ന നിലയ്ക്ക്. രണ്ടുപേരും നല്ല കൂട്ടല്ലേ, അതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. അവനെ മിരട്ടുന്നുണ്ട്, അവളുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അവനും ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. ഇതിനുശേഷം
ഇതിനുശേഷം ഈ പുതിയ ഡോക്ടർ വില്ലനെ പോയി കാണും. ആ വയ്യാത്ത പെൺകുട്ടിയുടെ കാര്യം പറയും. അവൾക്ക് ക്യാൻസർ കൂടി വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, അതിപ്പോ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ തൽക്കാലത്തേക്ക് അവൾ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. അതുപോലെ മറ്റേ പെൺകുട്ടിയുടെ കാര്യവും പറയുന്നുണ്ട്. ഏത് പെൺകുട്ടി? അഹങ്കാരി പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ കാര്യവും പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ടെന്ന്. ഇനിയും വൈകുകയാണെങ്കിൽ പ്രശ്നമാവത്തില്ല എന്ന് പുതിയ ഡോക്ടർ ചോദിക്കുമ്പോൾ വില്ലൻ പറയും, അതിനെന്തിനാ പേടിക്കുന്നത്, നിങ്ങളെപ്പോലെ വലിയൊരു ഡോക്ടറില്ലേ, നിങ്ങളുള്ളപ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന്. ഈ പുതിയ ഡോക്ടറിനെ വില്ലൻ ഒന്ന് താങ്ങി നിർത്തുന്നുണ്ട്, ഒന്ന് പൊക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം കാണും, വെറുതെ പൊക്കത്തില്ലല്ലോ വില്ലനെ പോലെ ഒരാള്. ഈ നേരം ഹീറോയിനെ വിളിച്ച് അവന്റെ പ്രൊജക്ടറുള്ള റൂമിൽ വന്നിട്ടുണ്ട്. അവൾക്ക് സത്യങ്ങളെല്ലാം അറിയണമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവന് വേറെ മാർഗ്ഗമില്ല. അവന്റെ അമ്മ റെക്കോർഡ് ചെയ്ത ആ വിഷ്വൽസ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, എന്നാലേ അവൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പാണോ നിനക്കിത് കാണണോന്ന്. അവൾ ഉറപ്പാണെന്ന് പറയുമ്പോൾ അവൻ ആ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. നേരെ പോയി കാണുന്നത് കൂട്ടുകാരനെയാണ്. ഹീറോന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഇന്ന് വന്നവന്മാരുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ നോർമലാണ്. അതിനർത്ഥം അവന്മാർ എന്തോ മരുന്നെടുക്കുന്നുണ്ട്. ആ മരുന്ന് വില്ലന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതെങ്ങനെ അവന്മാരുടെ കിട്ടി? അതാണ് ഹീറോന്റെ ഡൗട്ട്. അത് കൂട്ടുകാരനോട് പറയുന്നുണ്ട്. ഇപ്പൊ അവരുടെ സംശയം വില്ലനെയാണ്. വില്ലനെ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും വലിയ ഡൗട്ട് അവന്മാർക്ക് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ ഡൗട്ട് ആയിട്ടുണ്ട്. എന്തായാലും കൂട്ടുകാരനെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഹീറോയിൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവന്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് ഒരേ സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് കരയുകയാണ്, അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഹീറോയും ഇതെല്ലാം കണ്ട് അവളുടെ പിന്നാലെ തന്നെ നിപ്പുണ്ട്. ഇതിനുശേഷം ഹീറോ അവളെ വിളിച്ച് അവന്റെ ബെഡ്റൂമിൽ വരികയാണ് അവൾക്ക് കിടക്കാനായിട്ട്. അതുമല്ല, അവൾ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും, ഞാൻ വിചാരിച്ച നീ വല്ല ശവപ്പെട്ടിയിലായിരിക്കും കിടന്നുറങ്ങുന്നതെന്ന്. സാധാരണ വാമ്പേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അവൾ അങ്ങനെ വിചാരിച്ചിട്ട് കളിയാക്കി ചോദിച്ചതാണ്. ഹീറോ പറയും, ഞാൻ ശവപ്പെട്ടിയിലൊന്നും അല്ല കിടന്നുറങ്ങുന്നത്, ഇത് കണക്കത്തെ കട്ടില്ല എന്ന്. അവൻ പോണേ മുമ്പ് ഹീറോയിൻ അവനോടൊരു കാര്യം പറയും. അവന്റെ അമ്മ അവനെ എങ്ങനെയാണോ വളർത്താൻ ഉദ്ദേശിച്ചത് അതിലും നല്ല രീതിയിലാണ് അവൻ വളർന്നേക്കുന്നത്. അമ്മ ഇല്ലാതെ തന്നെ അവൻ നല്ലൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു വാമ്പയർ പ്ലസ് മനുഷ്യനായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ഹീറോയിൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും അവനോട് പറയും. അവന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷവും, കാരണം ഹീറോ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയില്ലേ. മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വാമ്പയർ ആയിട്ട് മാറിയില്ലേ. പിറ്റേ ദിവസം ഹീറോയും കൂട്ടുകാരനും ഭയങ്കര മണം അടിച്ചിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഫുഡിന്റെ മണേ. ഇവർ രണ്ടുപേരും എണീറ്റ് നോക്കുമ്പോൾ ഹീറോയിൻ രാവിലെ തന്നെ എണീറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കഴിക്കാനായിട്ട് വിളിക്കും. ഹീറോയ്ക്ക് ടേസ്റ്റ് ബഡ് ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ആഹാരം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേകത അവനുണ്ട്. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ഫുഡൊക്കെ വിളമ്പി കൂട്ടുകാരന് കൊടുക്കും. അവൻ മനുഷ്യനാണ്, അവൻ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹീറോയിൻ എന്തോ സംശയം തോന്നുന്നുണ്ട്. അത്ര അടിപൊളിയാണോ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ എടുത്ത് കഴിച്ചു നോക്കും. അവൾക്ക് മനസ്സിലാവും ഉപ്പ് കൂടിപ്പോയെന്ന്. പിന്നെ കൂട്ടുകാരൻ ഹീറോയിന് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞില്ല. ഹീറോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അവളോട് പറ, സത്യം പറ, അത് കൊള്ളില്ല എന്ന്. പിന്നീട് അവരൊന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഹീറോന്റെ മനസ്സ് മുഴുവനും വില്ലന്റെ കാര്യമാണ്. അവന് വില്ലനെയാണ് സംശയം. ആ മരുന്ന് എങ്ങനെ ബാക്കിയുള്ള ആൾക്കാരിൽ കിട്ടി, അതാണ് അവന്റെ സംശയം. വില്ലൻ ഡെവലപ്പ് ചെയ്ത ആ ഒരു മരുന്ന്, വാമ്പയറിനെ മനുഷ്യനാക്കി നിർത്തുന്ന ആ ഒരു മരുന്ന് എങ്ങനെ ബാക്കിയുള്ള വില്ലന്മാരിൽ കിട്ടി, അതാണ് അവന്റെ സംശയം. ഹീറോയ്ക്ക് അറിയില്ല വില്ലൻ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനാണെന്ന്. കഴിച്ചു കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. വില്ലനെ ചെന്ന് കാണും. വില്ലനോട് അവന് കുറച്ച് മരുന്ന് വേണമെന്ന് ആവശ്യപ്പെടും. എന്താ ഇത്ര പെട്ടെന്നെന്ന് വില്ലൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ അവന് ആ മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അറിയാൻ പാടില്ല. ഈ നേരം ഹീറോയിൻ ഓഫീസിലിരിക്കുമ്പോൾ കൂട്ടുകാരി ഹീറോയിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങൾ പറയും. താടിക്കാരൻ ആക്രമിക്കപ്പെട്ടു എന്ന്. എന്നാൽ ഹീറോയിനെ ആക്രമിക്കപ്പെട്ടല്ലോ, അതും അവള് പറയും. ഇവർക്കൊന്നും അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. പിന്നെ ഹീറോയിന് വലിയ ടെൻഷനൊന്നുമില്ല, കാരണം ഹീറോ കൂടെ ഉണ്ടല്ലോ, ഒരു വാമ്പയർ കൂടെ ഉണ്ടല്ലോ, അവൻ പ്രൊട്ടക്ട് ചെയ്തോളും. ഇപ്പൊ കൂട്ടുകാരി നാണിച്ച് അവളോട് കൂട്ടുകാരന്റെ നമ്പർ ചോദിക്കും, ഹീറോന്റെ കൂട്ടുകാരന്റെ നമ്പർ. എന്നാൽ ഹീറോയിൻ പറയും, എന്റെയിലൊന്നുമില്ല, പക്ഷെ ഇമെയിൽ അഡ്രസ് ഉണ്ട്, അത് ഞാൻ നിനക്ക് തരത്തില്ല, എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. കൂട്ടുകാരിക്ക് കൂട്ടുകാരനെ ചെറുതായിട്ട് ഇഷ്ടമാണ്, എന്നാൽ അവനോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൂട്ടുകാരനും കൂട്ടുകാരിനെ ഇഷ്ടമാണ്, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അവരുടെ സംസാരത്തിൽ അതുണ്ട്. ഇപ്പൊ നമ്പർ ചോദിച്ചപ്പോൾ ഹീറോയിൻ കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ മറ്റവള് ദേഷ്യപ്പെടുന്നുണ്ട്, ഒന്ന് തന്നിട്ട് പോടി എന്ന് പറഞ്ഞിട്ട്. ഈ നേരം ഹീറോയിനെ കാണാനായിട്ട് താടിക്കാരൻ വന്നിട്ടുണ്ട്. താടിക്കാരൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഹീറോ നേരത്തെ പറഞ്ഞതല്ലേ ഇതിന്റെ പിന്നാലെ നടക്കല് ഇത് അപകടമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സംശയം ഹീറോനെയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഹീറോനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോ എല്ലാ സത്യങ്ങളും പറയാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എല്ലാം പറഞ്ഞിട്ടില്ല, എന്ത് സത്യങ്ങളാണ് മറയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോനോട് ദേഷ്യപ്പെടും. എന്നെ എന്തിനാണ് അവന്മാർ ആക്രമിച്ചതെന്ന്. ആ സമയം ഹീറോയിൻ അങ്ങോട്ട് വരും, എന്നെ അവന്മാർ ആക്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുമല്ല അവള് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാന്ന്. കട്ട് ചെയ്താൽ മാനേജറിനെയാണ് കാണിക്കുന്നത്. മാനേജർ എന്തോ ഒരു റെക്കോർഡിംഗ് എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അതിലെന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ ഇതിനുശേഷം ഇവര് പോയി കാണുന്നത് വില്ലനെയാണ്. വില്ലനോട് ഇവര് പറയും, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റത്തില്ല എന്ന്. ഇവർ ഒരാളെയൊക്കെ വെച്ചിട്ട് അന്വേഷിച്ചിട്ടില്ലായിരുന്നു വില്ലന്റെ കള്ളത്തരങ്ങള്. വില്ലൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാനേജർ ചെയ്ത തെറ്റാണ്. മാനേജറിനെ ഭീഷണിപ്പെടുത്തി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മാനേജറിനോട് പുറത്തു പോകാനും പറഞ്ഞു, ചെയർമാനോട് ഈ കാര്യം പറയണ്ടെങ്കിൽ. എന്നാൽ ഇപ്പൊ എന്തോ ഒരു റെക്കോർഡിങ്സ് കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ വില്ലനോട് വന്ന് പറയും, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ താല്പര്യമില്ല, ഇനിയിപ്പോ ചെയർമാൻ പറഞ്ഞാലും ഞാൻ പോകത്തില്ല എന്ന്. ഇതും
പറഞ്ഞ് അവര് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. വില്ലൻ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് മാനേജർ ഇപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞത്, അവര് പോകത്തില്ല എന്ന് പറഞ്ഞത്, അത്ര ധൈര്യം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അതിനർത്ഥം ആ റെക്കോർഡിങ്സ് എന്തോ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇനിയിപ്പോ അത് ചെയർമാനുമായിട്ട് അങ്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ വില്ലനുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഒന്നും അറിയാൻ പാടില്ല. അത് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരെ ഹീറോയിനും പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട് ഒരുമിച്ച് നടന്നു പോവാണ്. അവൾ അവനോട് ചോദിക്കും, നീ എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത്, ആ വാമ്പയർ വരുന്നത് നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു? എന്നാൽ ഹീറോ പറയും, അതിപ്പോ ഞാൻ ചില സമയത്തൊക്കെ നിന്നെ ഫോളോ ചെയ്ത് വരാറുണ്ട്, അങ്ങനെ കണ്ടുപിടിച്ചതാണെന്ന്. അപ്പം നീ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകുന്ന പറഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോയിട്ട് നീ പിന്നീട് എന്നെ നോക്കാനായിട്ട് അവിടെ വരാറുണ്ടല്ലേ. അന്ന് ഹീറോയിൻ പറഞ്ഞില്ലായിരുന്നു അവളുടെ വീട്ടിൽ ആരോ കയറിയതുപോലെ അവൾക്ക് സംശയമുണ്ടെന്ന്. അതിനുശേഷം ഹീറോയിൻ വീട്ടിൽ പോകുമ്പോൾ ഇവൻ അവൾ അറിയാതെ അവളുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. ഇവൻ വീട്ടിൽ ചെന്നതിന് ശേഷം കൂട്ടുകാരനോടൊന്നും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരനോട് ചുമ്മാ കാർ ഓട്ടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വാമ്പയർ ഹീറോയിന്റെ വീട്ടിൽ കയറിയത്. അവൻ കണ്ടത് വാമ്പയറുമായിട്ട് ഫൈറ്റ് നടത്തിയത്. ഇതറിയുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവനെ ഇട്ട് അടിക്കും. എടാ കള്ളൻ നാറി, നീ പെമ്പിള്ളാരുടെ പിന്നാലെ നടക്കും, അത് എന്റെ പിന്നാലെ, നീ ഒരു സ്റ്റാക്കർ ആണോടാ എന്ന് വെച്ചിട്ട് അവൾ അവനെ അടിക്കും. ചുമ്മാ അവൾക്ക് ഇഷ്ടമാണ് അവൻ പിന്നാലെ നടക്കുന്നത്, എന്നാൽ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. കട്ട് ചെയ്താൽ അങ്കിള് മാനേജറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മാനേജറിനോട് ഇനി തൊട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യേണ്ട, ഇവരുടെ വേറെ ഏതോ ഒരു കമ്പനി ഉണ്ട്, ഏതോ ഒരു ഇൻഷുറൻസ് കമ്പനി, അവിടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറയും അവിടുത്തെ മാനേജറായിട്ട്. എന്നാൽ ഈ മാനേജർ പറയും, എന്നെ കൊണ്ട് കഴിയില്ല, താങ്കൾ ഈ റെക്കോർഡിങ്സ് കേട്ട് നോക്കിയിട്ട് തീരുമാനം എടുത്താൽ മതി, ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, ഈ ഹോസ്പിറ്റലിൽ മാനേജറായിട്ട് ഇരുന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ ഈ റെക്കോർഡിങ്സ് വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കത്തില്ല, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതെന്നല്ല, എനിക്കിത് ഉപയോഗിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ വില്ലൻ ഈ ഹോസ്പിറ്റലിനെതിരെ എന്തോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്രയും നാൾ കെട്ടി ഉയർത്തിയ ഈ ഒരു സമ്പാദ്യം ഈ ഹോസ്പിറ്റലെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ മാനേജറായിട്ടിരിക്കും, നിങ്ങൾ ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്കിൾ അവരെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്ദിയുണ്ടോ, ഇത്രയും നാൾ നിങ്ങൾ എന്റെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന്. ഈ അങ്കിൾ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്, അറിയാൻ പാടില്ല. ആ റെക്കോർഡിങ്സ് കേട്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ, അത് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരെ ഹീറോ ആ പാവപ്പെട്ട മനുഷ്യൻ കിടക്കുന്ന വാർഡിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ പുതിയ ഡോക്ടറും കണ്ണാടി ഡോക്ടറും അയാൾക്ക് പുതിയതായിട്ടൊരു മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ഇയാൾ ഒരുപാട് ഭേദപ്പെട്ടിട്ടുണ്ട്, കാരണം ആ പുതിയ ഡ്രഗ് എടുക്കുന്നത് കൊണ്ടാണ്. അത് സാധാരണ ഡ്രഗ് അല്ല, വാമ്പയർ ഡ്രഗ് ആണ്, ആ വൈറസ് ഉള്ള ഡ്രഗ് ആണ്. ഫാമിലിക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡോക്ടർമാരോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇതൊക്കെ കണ്ട് ഹീറോ ദേഷ്യം വന്നിട്ട് അവിടെ മാറി നിൽപ്പുണ്ട്. ഹീറോയ്ക്ക് അറിയാം അവസാനം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ആ മനുഷ്യൻ വേദന കൊണ്ട് ഒരു വാമ്പയർ ആയിട്ട് എല്ലാം പ്രശ്നമായിട്ട് മാറും. അത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പുതിയ ഡോക്ടർ എന്തോ സെൻസ് ചെയ്തിട്ട് ഹീറോനെ നോക്കും. ഹീറോനെ നല്ല രൂക്ഷമായിട്ട് നോക്കും. ഹീറോ തിരിച്ച് അങ്ങനെ തന്നെ നോക്കുകയാണ്. എന്തായാലും അവനെ നിന്ന് മൈൻഡ് ചെയ്യാതെ ഹീറോ അവിടെ നിന്ന് മാറിപ്പോകും. ഇതിനുശേഷം നമ്മുടെ താടിക്കാരൻ പേഷ്യൻസിനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ വഴി പോകുന്ന സമയത്ത് അങ്ങോട്ട് വില്ലൻ വന്നിട്ടുണ്ട്. വില്ലൻ വന്നിട്ട് ഇയാളോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. അതിനുശേഷം ചോദിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ്റെ ഒരു റിസർച്ച് ഉണ്ടല്ലോ, ഒരു വാമ്പയർ റിസർച്ച്, അത് നമുക്ക് ഒഫീഷ്യലായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്താലോ, അതിന്റെ ഹെഡായിട്ട് നിങ്ങളെ ഞാൻ നിർത്താം, എന്താ അഭിപ്രായം? എന്നാൽ അയാൾക്ക് അതിനോട് താല്പര്യമില്ല, കാരണം ഇത് ലോകത്തിന്റെ മുമ്പിൽ എത്താൻ പാടില്ല എന്ന് ഇയാളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എത്തിയാൽ വലിയ പ്രശ്നമായിട്ട് മാറും, അതുകൊണ്ട് തന്നെ അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. ഇയാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റ് ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഇയാളുടെ അച്ഛന്റെ പ്രോജക്റ്റ് ആണ് അത്. അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ട്, അറിയാമോ? നമ്മളെ ബസുമതി റൈസിനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫോറിൻ കമ്പനി അതിന്റെ അവകാശം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതൊക്കെ. അതേപോലെ അവകാശങ്ങളൊക്കെ ഉണ്ട്, കേസിന് പോയാൽ പണിയാവും. ഇയാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോജക്റ്റ് ഹോസ്പിറ്റലുകാർക്ക് ഏറ്റു നടത്താൻ പറ്റൂ. ഇനിയിപ്പം വേറെ എങ്ങനെയും നടത്താൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇയാളുടെ എവിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, കാരണം അച്ഛൻ നടത്തിയ ആ ഒരു എവിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, എക്സ്പെരിമെന്റിന്റെ എവിഡൻസ്, അങ്ങനെ വല്ലതും ആയിരിക്കും, അറിയില്ല. കട്ട് ചെയ്താൽ അങ്കിൾ ആ സിസ്റ്ററിനെ കാണാൻ വന്നിട്ടുണ്ട്. സിസ്റ്ററിനോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. സിസ്റ്ററിന് മനസ്സിലായി സർജറി നടത്തിയിട്ടും കാര്യം ഉണ്ടായിട്ടില്ല എന്ന്, ആ വേദന ഇതുവരെ മാറിയിട്ടില്ല. അങ്കിൾ സർജറിയൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ എന്ന് പറയുമ്പോൾ സിസ്റ്റർ അത് തൂക്കുന്നുണ്ട്, കാരണം സിസ്റ്ററിന് മനസ്സിലാവുമല്ലോ സിസ്റ്ററിന്റെ ശരീരമല്ലേ, ആ വേദന മാറിയിട്ടില്ല. ഈ സമയമായിരിക്കും ഹീറോയിനും അങ്ങോട്ട് വരുന്നത്. അവരുടെ മുമ്പിൽ അഭിനയിക്കും, കാരണം സർജറി നല്ല രീതിയിൽ നടന്നു. എന്നാൽ അങ്കിള് പറയും സിസ്റ്റർ അത് കണ്ടുപിടിച്ചു, അവരോട് സത്യം പറഞ്ഞാൽ മതി, അങ്ങനെ രീതിയിൽ നിന്നാൽ മതി എന്ന്. ഹീറോയിന് വിഷമമായിട്ട് സിസ്റ്ററിന്റെ കയ്യിൽ പിടിക്കും. ഇവർക്കറിയാം ഈ സിസ്റ്റർ ഇനി കുറച്ച് ദിവസം കൂടെ കാണത്തുള്ളൂ, അതിനുള്ളിൽ മരിച്ചു പോകും. ആ സർജറി നടത്തിയിരുന്നെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മരിച്ചുപോയനെ, പെട്ടെന്ന് തന്നെ മരിച്ചുപോയനെ. എന്നാൽ ആ സർജറി നടത്താത്തത് കൊണ്ട് തന്നെ കുറച്ച് നാളുകൂടെ ജീവനോടെ കാണും. ഇതാണ് സംഭവം. ഇപ്പൊ ഹീറോയിൻ ഒരുപാട് വിഷമമാവുന്നുണ്ട്. അമ്മേനെ പോലെ കണ്ട ഒരു മനുഷ്യ സ്ത്രീയാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ആർക്കാരെന്നല്ല സഹിക്കോ? ഇല്ല. ഈ നേരം നമ്മുടെ 3 പിള്ളേരില്ലേ, ഇത്തിരി ബുദ്ധി കുറവുള്ള ഒരു പെൺകുട്ടി, അതുപോലെ ആ പാവപ്പെട്ട മനുഷ്യന്റെ പെൺകുട്ടി, പിന്നെ അഹങ്കാരി പെൺകുട്ടി, ഇവര് 3 പേരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ പെൺകുട്ടിയും അതുപോലെ തന്നെ ഇത്തിരി ബുദ്ധി കുറവുള്ള പെൺകുട്ടി മാനിയായിട്ട് അവര് നല്ല കൂട്ടായിട്ടാണ് കളിക്കുന്നത്. എന്നാൽ അഹങ്കാരി പറയും, നിങ്ങൾ ഇത്ര കൊച്ചു കുട്ടിയാണോ, പാവയൊക്കെ വെച്ചാണോ കളിക്കുന്നതെന്ന്. ആ വലിയ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. ഭയങ്കര ടെററായിട്ട്, ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറാൻ പാടില്ല, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് പെരുമാറുന്നത്. ഇത് കാണുന്ന പാവപ്പെട്ട മനുഷ്യന്റെ പെൺകുട്ടി തിരിച്ചങ്ങനെ പെരുമാറും. ഒരു ഡെമോ ആയിട്ട് കാണിച്ചു കൊടുക്കും, ഞങ്ങൾ നിന്നോട് ഇങ്ങനെ പെരുമാറട്ടോ, നിനക്ക് വിഷമാവത്തില്ലേന്ന്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ അഹങ്കാരി പെൺകുട്ടിക്ക് മനസ്സിലാവും മനുഷ്യരോട് അങ്ങനെ പെരുമാറാൻ
പാടില്ല, അവർക്ക് വിഷമാവുമെന്ന്. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് പെരുമാറും. ആ സമയം അങ്ങോട്ട് നമ്മുടെ പാവപ്പെട്ട ഡോക്ടർ വരും. ആ ഡോക്ടർ വന്നിട്ട് ഈ കുട്ടികളോട് ഭയങ്കര സന്തോഷിച്ച് വർത്താനങ്ങൾ പറയാണ്. അവർക്ക് വിഷമം വരാൻ പാടില്ലല്ലോ, അവരെ അറിയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ആ സമയം ഈ ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ കഴുത്തിൽ കൂടെ വെയിൻ തെളിഞ്ഞു വരുന്നുണ്ട്, നരമ്പ് തെളിഞ്ഞു വരുന്നുണ്ട്. മോളെ ഇങ്ങ് വന്ന് നിന്റെ കയ്യിലിരിക്കുന്ന പാവ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അറിയാതെ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചു നോക്കുമ്പോൾ കയ്യിൽ കൂടെ ഒരുപാട് നരമ്പുകൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ വരാൻ പാടില്ല. ഇതിപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കുട്ടിക്ക് എന്തോ ഒരു അസുഖം വന്നതുപോലെ. ഈ നേരം അങ്കിളിനെ കാണാനായിട്ട് വില്ലൻ വന്നിട്ടുണ്ട്. വില്ലൻ വന്നിട്ട് ഹീറോയിന്റെ മാനേജറിന്റെ കാര്യം പറയും. ഇവർ രണ്ടൊരു ഭയങ്കര ശല്യമാണെന്ന്. അതുപോലെ മാനേജറിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറയുമ്പോൾ അങ്കിളിന് കഴിയുന്നില്ല. കാരണം ആ റെക്കോർഡിങ്സിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പൊ മാനേജറിനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, അവര് ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ടി വരുമെന്ന് വില്ലനോട് പറയും. വില്ലൻ ഒരുപാട് ദേഷ്യം പറയും. നിങ്ങളുടെ ആൾക്കാരെല്ലാവരും ഭയങ്കര ശല്യമാണ്, പ്രത്യേകിച്ച് ഹീറോയിനെങ്കിലും ഒന്ന് അടക്കി നിർത്താൻ അങ്കിളിനോട് പറയുന്നുണ്ട്. വില്ലന് ദേഷ്യം വരുന്നുണ്ട്. വില്ലന്റെ കൺട്രോളിലാണ് ഈ ചെയർമാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം ചെയ്തില്ല. കാരണം അങ്കിളിനെതിരെ എന്തോ ഒരു എവിഡൻസ് അവരെടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ നേരെ ഹീറോയിൻ റെസ്റ്റ് റൂമിലിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ അങ്ങോട്ട് ജൂനിയർ പെൺകുട്ടി വരും. ജൂനിയർ പെൺകുട്ടി വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ്. എന്നാൽ ഹീറോയിനോട് ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വന്നതാണ്. ഹീറോയിനോട് ചോദിക്കും ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഹീറോയ്ക്ക് ഈ ഇടയായിട്ട് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ, അതെന്താ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഹീറോയിൻ പറയും കുഴപ്പമൊന്നുമില്ല, അവന് സുഖമാണ്. ഈ ജൂനിയർ പെൺകുട്ടി അവന്റെ കയ്യിൽ എപ്പോഴും അറിയാതെ തട്ടിയിട്ടുണ്ടായിരുന്നു സർജറിയുടെ ഇടയ്ക്ക്. അന്ന് അവന്റെ കൈ ഒരുപാട് തണുപ്പായിരുന്നു. ഈ കാര്യം ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഇല്ല, അവന്റെ കൈ ഭയങ്കര ചൂടായിരുന്നു, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് ഹീറോയിൻ കള്ളം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ജൂനിയർ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ജൂനിയർ പെൺകുട്ടിക്ക് നന്നായിട്ട് അറിയാം ഹീറോ നല്ലൊരു വാമ്പയർ ആണെന്ന്. അത് ഹീറോയിൻ അറിയാമോന്ന്. ഹീറോ വാമ്പയർ ആണെന്ന് ഹീറോയിൻ അറിഞ്ഞിട്ട് അവനെ മറച്ചു വെക്കുന്നതാണോ എന്ന് ഇവർക്ക് ഡൗട്ടില്ലേ. അതൊന്നും കൂടെ അന്വേഷിക്കാനായിട്ട് ഹീറോയിൻ അറിയാത്ത രീതിയിൽ അവളടുത്ത് ചോദിച്ചതാണ്. ഇപ്പൊ ജൂനിയർ പെൺകുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഹീറോയിൻ അറിയില്ലല്ലോ. ഹീറോയിൻ അവിടെ നിന്ന് മുറുമുറുക്കും. കള്ള ഹീറോ കണ്ട പെൺകുട്ടികളുടെ കയ്യിലും കാലിലും പിടിക്കാൻ പോയിട്ട് ഇപ്പൊ അവര് ഓരോ ഡൗട്ടായിട്ട് വന്നേക്കാണ്. അവൻ കുറച്ചുകൂടെ സൂക്ഷിക്കണമെന്ന്. സർജറിയുടെ ഇടയ്ക്ക് ഹീറോയിന്റെ കൈ ജൂനിയർ പെൺകുട്ടിയുടെ കയ്യിൽ അറിയാതെ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തണുപ്പ് അനുഭവിച്ചതാണെന്നാണ് ജൂനിയർ പെൺകുട്ടി കള്ളം പറഞ്ഞത്. ഇപ്പൊ ഹീറോയിൻ ഇതിന് മുറുമുറുക്കും. അവൾക്ക് അവനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ചെറിയൊരു ജലസ്. ഇതിനുശേഷം ഹീറോയിൻ സർജറി കഴിഞ്ഞ് ക്ഷീണിച്ച് അവൾ റെസ്റ്റ് എടുക്കാനായിട്ട് വരുമ്പോൾ അങ്കിൾ അവൾക്ക് വേണ്ടി അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ട്. അങ്കിൾ അവളോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ പറയും ഞാൻ ഇടപെടും, കാരണം ഇത് എന്റെയും കൂടെ ഹോസ്പിറ്റലാണ്, എന്റെ അച്ഛൻ കെട്ടി ഉയർത്തിയ ഹോസ്പിറ്റലാണ്, അത് തകരുന്നത് നോക്കി നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതെനിക്ക് അറിയണമെന്ന്. എന്നാൽ അങ്കിൾ പറയും നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തകരാനായിട്ട് അനുവദിക്കുമെന്ന്? ഈ ഹോസ്പിറ്റലിൽ വളരാനായിട്ട് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യത്തില്ല, നീ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ചീത്ത പറഞ്ഞ് അങ്കിൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലാണ് ഇത്. ഹീറോയിന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇനി അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനകത്തൊക്കെ കയറി ഇടപെടാം. ഇപ്പൊ ഇതും പറഞ്ഞ് അങ്കിളും അവള് വഴക്കായില്ലേ. അങ്കിള് പുറത്തിറങ്ങി വന്നിട്ട് ഒരു MP3 എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. അത് മറ്റാരും കൊടുത്ത MP3 അല്ല, നമ്മുടെ മാനേജർ കൊടുത്ത MP3 ആണ്. അതിനകത്ത് എന്തൊരു റെക്കോർഡിങ്സ് ഉണ്ട്, അത് അങ്കിള് കേട്ട് നോക്കിയിട്ടുണ്ട്. അറിയാൻ പാടില്ല, എന്തോ ഒരു രഹസ്യമാണ്. ഈ നേരം നമ്മുടെ പാവപ്പെട്ട ഡോക്ടർ ആണെങ്കിൽ പുതിയ ഡോക്ടറിനെ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങേരോട് ഇത്തിരി ബോധക്കുറവുള്ള, അതായത് ബുദ്ധി കുറവുള്ള ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ ഫയല് ചോദിക്കും. ആ പെൺകുട്ടിയുടെ ദേഹത്തെല്ലാം തടിപ്പ് വരുന്നില്ലേ, നരമ്പ്, അത് നോക്കാനായിട്ട് ഫയല് ചോദിക്കും. എന്നാൽ ഇവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ വാശി പിടിക്കുകയാണ് കുട്ടികളെ പോലെ. തറയിലേക്ക് കിടന്ന് ഉരുളുന്നുണ്ട്, അത് തന്നാലേ ഞാൻ ഇവിടെ നിന്ന് പോകത്തോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ പുതിയ ഡോക്ടർ സെക്യൂരിറ്റീസിനെ വിളിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പുറത്താക്കും. ഇയാൾ വിഷമിച്ച് പുറത്തിരിക്കുമ്പോൾ അങ്ങോട്ട് ജൂനിയർ പെൺകുട്ടി വരും. ഒരു കോഫി ഉണ്ടോന്ന് അയാൾക്ക് കൊടുക്കും. പണ്ട് അയാൾ ഈ പെൺകുട്ടിക്ക് കൊടുത്തതല്ലേ. ഈ പെൺകുട്ടി വാമ്പയർ ആണെന്നൊന്നും അയാൾക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ഭയങ്കര മോശപ്പെട്ട വ്യക്തിയാണ്, അറിയില്ല, നമുക്ക് മുൻപോട്ടൊന്നും മനസ്സിലാക്കാം. ഇനിയിപ്പോ വാമ്പയർ ആണെങ്കിലും മനസാക്ഷി കാണുമല്ലോ നമ്മുടെ ഹീറോനെ പോലെ. ഇയാളെ സമാധാനപ്പെടുത്തുന്നുണ്ട് കോഫി കൊടുത്തിട്ട്. ഇയാൾ ഭയങ്കര ലോയലാണ്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അതായത് ഭയങ്കര ഇമോഷണൽ ആണ്. സ്വന്തം കാര്യത്തിനെ കാട്ടിയും ബാക്കിയുള്ളവർക്ക് വിഷമാവുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലായ അമൃതും വിഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ പുള്ളിക്കാരന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. കട്ട് ചെയ്താൽ ഹീറോ നടന്നു പോകുമ്പോൾ ഹീറോയിനെ കാണും. ഹീറോയിൻ അവനോട് ചോദിക്കും ഇന്ന് രാത്രി എന്താണ് താടിക്കാരനോട് പറയാൻ പോകുന്നത്, എല്ലാ സത്യങ്ങളും അവനോട് പറയുന്നുണ്ടോ, നീ വാമ്പയർ ആണെന്നുള്ള കാര്യം താടിക്കാരനോട് പറയുന്നുണ്ടോന്ന്. എന്നാൽ ഹീറോ അതൊന്നും പറയാൻ പോകുന്നില്ല, അതൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാർ അവൻ വാമ്പയർ ആണെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറും, അതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റില്ല. അതുപോലെ ഹീറോയിൻ അവനെ വിളിക്കുന്നുണ്ട്. അവളുടെ കൂടെ ഒന്ന് വീട് വരെ വരുമോ, അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ടെന്ന്. അവന് സമ്മതിക്കുന്നുണ്ട്. കാരണം അപകടമല്ലേ അവൾ ഒറ്റയ്ക്ക് വിടുന്നത്, ഇനിയിപ്പോ അവന്മാര് ആക്രമിക്കാൻ വരത്തില്ലെന്ന് ആര് കണ്ടു, അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ പോവാന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ താടിക്കാരനെയും കൂട്ടുകാരിനെയും കാണാൻ വന്നിട്ടുണ്ട്. ഹീറോ അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ, ഇവര് നടത്തിയ എക്സ്പെരിമെന്റ് ആരോ കട്ടെടുത്തോണ്ട് പോയിട്ടുണ്ട്, അതുമല്ല വേറെ ആരൊക്കെ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഇനിയിപ്പം അവർക്കെതിരെ നമ്മുടെ ടീം വരാതിരിക്കാനായിട്ട് അവര് നമ്മളെ മിരട്ടിയതാണെങ്കിലോ, ഇത് മാത്രമേ ഹീറോയ്ക്ക് അറിയത്തുള്ളൂ. ഇത് കേൾക്കുന്ന താടിക്കാരൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. താടിക്കാരൻ പറയും ഇനിയിപ്പം നീ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ട്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നീ വേറെന്തെങ്കിലും സത്യം എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ കട്ട് ചെയ്യും. അതല്ല ഈ എക്സ്പെരിമെന്റ് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് നീ പറയുന്നത് സത്യമല്ലേ എന്ന് ഹീറോനോട് ചോദിക്കും. ഹീറോയും അതിന് സമ്മതിക്കും. അതെ, സത്യമാണെന്ന്. ഹീറോയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അവൻ വാമ്പയർ ആണെന്നുള്ള കാര്യം. അത് ഭയങ്കര വലിയ സത്യമല്ലേ. ഹീറോ താടിക്കാരനോട് പറയുന്നില്ല ഇവരെ ആക്രമിക്കാൻ വന്നത് വാമ്പേഴ്സ് ആണെന്ന്. താടിക്കാരൻ വിചാരിച്ചിരിക്കുന്നത് അതേതോ സീരിയൽ കില്ലറോ മറ്റോ ആണെന്നാണ്. കാരണം അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യനെ എടുത്ത് പൊക്കാനൊക്കെ പറ്റൂ കഴുത്ത് വെച്ചിട്ട്. മനുഷ്യർക്ക് പറ്റില്ല, എന്നാലും താടിക്കാരൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. കഴുത്തിന് പിടിച്ച് പൊക്കാനൊക്കെ പറ്റും ഒറ്റ കൈ കൊണ്ട്. ഇല്ല, അതങ്ങനെയാണ് ഫിസിക്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ പറ്റുന്ന മനുഷ്യരുണ്ടോ അറിയില്ല. കട്ട് ചെയ്താൽ നമ്മുടെ മാനേജർ നടന്നു പോകുമ്പോൾ വില്ലന് ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. വില്ലൻ മാനേജറിനോട് ചോദിക്കും നിങ്ങൾ എന്താണ് ചെയർമാനെതിരെ ഉപയോഗിച്ചതെന്ന്. എന്നാൽ ഒന്നും പറയുന്നില്ല അവര്. വില്ലന് മനസ്സിലായി ചെയർമാനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മാനേജർ ഇവിടെ നിൽക്കുന്നതെന്ന്. മാനേജർ ചിരിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ഈ വില്ലനെ ഇനി ഫൈക്കേണ്ട കാര്യമില്ലല്ലേ, കാരണം ഇവരുടെ വലിയ എന്തോ ഒരു തെളിവുണ്ട്. ഇത്രയും നാള് വില്ലൻ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടും, അങ്കിളിനോട് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് മിരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അവനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഈ നേരം നമ്മുടെ ഹീറോയിനും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. എന്തായാലും ഇതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതും കാണിച്ചുകൊണ്ടാണ് 15ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.